സിവിൽ സർവീസ് മോഹവുമായി ഒരു കാലത്ത് മലയാളികൾ എത്തിയിരുന്നത് ഡൽഹിയിലാണ്. എന്നാൽ ഇന്ന് അവസരങ്ങളുടെ വലിയ സാധ്യത തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തലസ്ഥാനത്തെ ഫോർച്യൂൺ IAS അക്കാഡമി അതിനൊരു ഉദാഹരണമാണ്. During the last 10 years, I think it has made astonishing progress. Really very enviable success. And the story of Fortune IAS Academy is a great story of success. ഈ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് റിസൾട്ട്. സംസ്ഥാനത്തിനും ജില്ലയ്ക്കും പുറത്തുനിന്നുള്ള വിജയികളിൽ ഭൂരിഭാഗം പേരും തലസ്ഥാനത്തെ ഫോർച്യൂൺ അക്കാഡമിയിലായിരുന്നു പഠനം. അധ്യാപകരെല്ലാം കോടിയലാണ്. ഞാനിപ്പോൾ മുൻസാറായിട്ട് 2021 ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തപ്പോഴും സാറാണെങ്കിലും വളരെ കോടിയലായിരുന്നു. ടെസ്റ്റ് സീരീസ് എടുത്തപ്പം നിതിൻ സാറായിരുന്നു എൻ്റെ മെൻറ്റർ. സാറാണ് ഓരോ പേപ്പറിലും അപ്രോച്ച് എങ്ങനെ മാറ്റണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണ്ടാന്ന് കറക്റ്റ് പറഞ്ഞത് സാറാണ്. അപ്പം മോസ്റ്റ് താങ്ക്ഫുൾ നിതിൻ സാറിനോട് തന്നെയാണ്. 4ാം റാങ്കുകാരൻ എറണാകുളം സ്വദേശിയായ സിദ്ധാർത്ഥ രാംകുമാറും പഠിച്ചത് ഇവിടെയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ഇവിടെ നിന്ന് ഈ വർഷം സിവിൽ സർവീസ് കടമ്പ കടന്നത് 10-ലധികം പേരാണ്. ഞാൻ 2021 ഡിസംബറിലാണ് പ്രിപ്പറേഷൻ തുടങ്ങിയ. ആദ്യം ഓപ്ഷണൽ സോഷ്യോളജി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോർച്യൂണിൽ ഞാൻ GS ബാച്ചിന് ജോയിൻ ചെയ്തു. ഒരു വർഷത്തെ പ്രിപ്പറേഷൻ, ഒരു വർഷത്തെ എക്സാം. ഇറ്റ് ഹസ് ബീൻ ഒരു ലെങ്തി പ്രോസസ്. അൾട്ടിമേറ്റ്ലി എത്തി. അടിക്കടി മാറുന്ന UPSC പരീക്ഷാ രീതികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പരിശീലനം. ഈ മാറി വരുന്ന പാറ്റേൺസ്, അതിപ്പോൾ പ്രിലിംസ് ആയിരുന്നാലും മെയിൻസ് ആയിരുന്നാലും അതിനനുസരിച്ചുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിനുള്ള അനാലിസിസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഓവറോൾ അത് ഒരാൾ ചെയ്യുന്നൊരു ഡിഫറൻസ് അല്ല, ഒരു എൻറ്റയർ ടീം ആയിട്ട് കൊണ്ടുവരുന്നതാണ്. എല്ലാ സ്റ്റേജിലും എങ്ങനെയാണ് ഈ എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോരോ സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് വേറെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ അവർ ഫ്രം എ ബേസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 400-ലധികം പേരാണ് ഇവിടെ നിന്ന് സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.